മുനിസിപ്പൽ കോമൺ സർവീസിലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ ഈ മാസം, അതായത് ഡിസംബർ 31 വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സുകളെന്ന് പറയുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുള്ളതാണ്. മുനിസിപ്പൽ കോമൺ സർവീസിലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന് വേണ്ടി പഠിക്കേണ്ടുന്ന ക്ലാസ്സുകളാണിത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്രീഷനിൽ വരുന്ന, നമുക്കിപ്പോൾ സിലബസ് നമുക്കറിയാം, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോഴ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സിലബസിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ വിറ്റാമിൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വിറ്റാമിൻസ് എന്ന് പറയുന്നത് മെയിൻലി 2 ടൈപ്സ് ആണ്. 2 ടൈപ്പ് വിറ്റാമിൻസ് ഉണ്ട്. ഫാറ്റ് സോളിബിൾ വിറ്റാമിൻസും വാട്ടർ സോളിബിൾ വിറ്റാമിൻസും. അതിൽ ഫാറ്റ് സോളിബിൾ വിറ്റാമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ, അതുപോലെ വാട്ടർ സോളിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ഈ ഫാറ്റ് സോളിബിൾ വിറ്റാമിൻസിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിറ്റാമിനുകൾ 4 എണ്ണമാണുള്ളത്. വിറ്റാമിൻ എ, ഡി, ഇ, കെ, അങ്ങനെ 4 വിറ്റാമിനുകളാണ് ഫാറ്റ് സോളിബിൾ വിഭാഗത്തിൽ വരുന്നത്. അതിൽ നമുക്ക് ഈ വിറ്റാമിൻസ് പഠിക്കാൻ അല്ലെങ്കിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണമെങ്കിൽ കേഡ വിറ്റാമിൻസ്, അതായത് ഫാറ്റ് സോളിബിൾ വിറ്റാമിൻസ് കേഡാണ് എന്ന് വിചാരിച്ചിട്ട് കേഡ എന്ന കോഡ് യൂസ് ചെയ്ത് പഠിക്കുക. അതായത് വിറ്റാമിൻ കെ, ഇ, ഡി, എ, കേഡ അങ്ങനെ പഠിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ആ വിറ്റാമിൻസ് വരുന്ന ഓർഡറിൽ തന്നെ എ, ഡി, ഇ, കെ എന്ന് അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. നെക്സ്റ്റ് വൺ പറയുന്ന വാട്ടർ സോളിബിൾ വിറ്റാമിൻസ്. വാട്ടർ സോളിബിൾ വിറ്റാമിൻസിൽ വരുന്ന നമ്മുടെ ബി ഗ്രൂപ്പ് വിറ്റാമിൻസ്, അതായത് B1, B2, B3 അങ്ങനെ വരുന്ന അതും, അങ്ങനെ ബി ഗ്രൂപ്പിൽ വരുന്ന വിറ്റാമിൻസ്, പിന്നെ സി ഗ്രൂപ്പ് വിറ്റാമിൻസും ആണ് ഇതിൽ വരുന്ന വാട്ടർ സോളിബിൾ വിറ്റാമിൻസിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിറ്റാമിൻ എയെ കുറിച്ചിട്ട് മാത്രമാണ്. അതിൽ വിറ്റാമിൻ എ നമ്മൾ ഓൾസോ പറയുന്ന മറ്റൊരു പേരാണ് റെറ്റിനോൾ. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിറ്റാമിൻ എ പറയുന്ന മറ്റൊരു പേരാണ് റെറ്റിനോൾ, അല്ലെങ്കിൽ അനിമൽ സോഴ്സ്. വിറ്റാമിൻ എയുടെ അനിമൽ സോഴ്സസിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേര് റെറ്റിനോൾ എന്നാണ്. അതുപോലെ പ്ലാന്റ്സിൽ, അതിപ്പോൾ വിറ്റാമിൻ എക്ക് തന്നെ, അതായത് ഏത് വിറ്റാമിൻ ആയാലും അതിനൊരു പ്ലാന്റ് സോഴ്സും കാണും, അനിമൽ സോഴ്സും കാണും. അപ്പോൾ വിറ്റാമിൻ എയുടെ പ്ലാന്റ് സോഴ്സിന് നമ്മൾ പറയുന്ന പേര് ബീറ്റ കരോട്ടിൻ എന്നാണ്. അനിമൽ സോഴ്സിന് പറയുന്ന പേര് റെറ്റിനോൾ എന്നാണ്. ഇനി നമുക്ക് എവിടെ നിന്നൊക്കെ വിറ്റാമിൻ എ കിട്ടും, അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡ് വഴിയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് വിറ്റാമിൻ എയുടെ സോഴ്സസ് എന്ന് പറഞ്ഞാൽ അനിമൽ സോഴ്സസും ഉണ്ട്, പ്ലാന്റ് സോഴ്സസും ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ അനിമൽ സോഴ്സസിൽ വരുന്നതാണ് ലിവർ. ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റ് ലിവർ അല്ലെങ്കിൽ ഫിഷ് ലിവർ ഓയിൽ. ഈ ഫിഷ് ലിവർ ഓയിൽ എന്നൊക്കെ പറയുന്നത് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നതാണ് ഫിഷ് ലിവർ ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ എഗ്ഗ്, മീറ്റ്, ചീസ് ഇതൊക്കെ എന്താണ്, വിറ്റാമിൻ എയുടെ അനിമൽ സോഴ്സസ് ആണ്. അതേസമയം പ്ലാന്റ് സോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ്, അത് ഈ ഓറഞ്ച് കളേർഡ് ആയിട്ട് വരുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വിറ്റാമിൻ എയുടെ, അതായത് ഓറഞ്ച്, ക്യാരറ്റ് ഇതെല്ലാം വിറ്റാമിൻ എയുടെ എന്താണ് റിച്ചസ്റ്റ് സോഴ്സാണ്. അതുപോലെ പൊട്ടറ്റോ, പംകിൻ, ഒരു ഓറഞ്ച്, യെല്ലോ ആ കളറിൽ വരുന്ന വിറ്റാമിൻസ്, ആ കളറിൽ വരുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ എന്ന് പറയുന്ന വിറ്റാമിൻ എയുടെ ഒരു കോമൺ സോഴ്സസ് ആയിട്ട് പറയുന്നു. ഇനി ഡെഫിഷ്യൻസി വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മെയിനായിട്ടും 4 ടൈപ്പ് ഡിസീസസ് ആണ് കോസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അല്ലെങ്കിൽ നമ്മൾ നിശാന്തത എന്ന് പറയും. അപ്പോൾ വിറ്റാമിൻ എ എന്ന് പറയുന്നത് ഏറ്റവും റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള വിഷനും മറ്റും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിറ്റാമിൻ എ ആണ്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതും കണ്ണിനെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസസിൽ 4 ഡിസീസസ് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയപ്പെടുന്നു. സിറോഫ്താൽമിയ, രണ്ടാമത്തെ സിറോഫ്താൽമിയ എന്ന് പറയുന്നത് ഡ്രൈനെസ് ഓഫ് ഐസ്, കണ്ണിൻ്റെ ഒരു ഈർപ്പം, കണ്ണിന് എപ്പോഴും നമുക്കൊരു ഈർപ്പം ഉണ്ടായിരിക്കുമല്ലോ, അതില്ലാതാകുന്ന കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബിറ്റോസ്പോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പാച്ചസ്, ഒരു ബ്രൗണിഷ് പാച്ചസ് കണ്ണിൽ കാണുന്നതിനെയാണ് നമ്മൾ ബിറ്റോസ്പോട്ട് എന്ന് പറയുന്നത്. ഒരു സ്പോട്ടായിട്ട് കാണും. അതുപോലെ കെരാറ്റോമലേഷ്യ, ഇത്രയും കണ്ടീഷൻസാണ് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ട് കോമൺ ആയിട്ട് വരുന്നത്.